ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MLA പറ്റി പറഞ്ഞു, പ്രതിഭാകരിയെ പറ്റി. പ്രതിഭാകരിയുടെ മോൻ പോളിടെക്നിക് പഠിക്കുക, കുട്ടികൾ കൂട്ടുകൂടത്തില്ല. ഒരു വർത്തമാനം പറഞ്ഞു, ആരാണ്ട് വന്ന് പിടിച്ചു. ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ FIR ഒക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതിനാണ് വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്ന് പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസു എന്നാലും വീടി വലിക്കുമായിരുന്നു, കെട്ടുകിടക്കുന്ന വീടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. അങ്ങനെ ചെറുക്കാൻ ശീലമാണ്. പുക വലിച്ച് FIR എഴുതി, ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവരാരെങ്കിലും പോയി വർത്താനം പറഞ്ഞ അവിടെ ഇരുന്നു. നമ്മളാരും പിന്നെ കുഞ്ഞുങ്ങളല്ലാതെ ഇങ്ങോട്ട് വന്നത്. ഈ ഇരിക്കുന്നവരെ ഓരോരുത്തരും അവരോട് കാണിച്ച പണിയെ കൂട്ടി വെച്ചാൽ എത്ര പുത്തം എഴുതാൻ പറ്റും? എന്തെല്ലാം കൊച്ചു കുട്ടികളല്ലേ, അവർ കമ്പനി അടിക്കും, വർത്താനം പറഞ്ഞ് ചിലപ്പം ഒരു പോ വലിച്ച, അതിനെന്താ വലിച്ചത് ശരിയാണെന്നല്ലേ, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്, അത് വേറെ ഉപേക്ഷിക്കാം. വലിയൊരു മഹാപരാധമാണ്. കുഞ്ഞുങ്ങൾ പോളിടെക്നിക് പഠിക്കുന്ന കുട്ടികളാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 6 കുട്ടികൾ മരിച്ചു, മിടുക്കരായ കുട്ടികൾ. ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. 6 കുട്ടികൾ മരിച്ചു, ഞങ്ങളെല്ലാം പോയി. സങ്കടം വരും, കാരണം ഏറ്റവും നല്ല മിടുക്കരാണ്. കാരണം എൻട്രൻസിൽ 1ാം റാങ്ക് മേടിച്ചു വന്നവരാണ്. ആ മാതാപിതാക്കളുടെ കണ്ണുനീര് കാണും. അവർ ചെയ്ത് തെറ്റെന്താ? അവർ വൈകിട്ട് സിനിമ കാണാൻ പോയി. മാതാപിതാക്കൾ എന്ത് ചെയ്യും? 7 പേര് പോകേണ്ട വണ്ടിയെ 12 പേര് പോയി. മാതാപിതാക്കൾ എന്ത് ചെയ്യാൻ പറ്റും? പോയ വണ്ടിക്ക് ടയറുമില്ല, കാറ്റുമില്ല, ബ്രേക്കുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപകടമുണ്ടായി 6 കുഞ്ഞുങ്ങൾ. ഈ ഇന്ത്യയുടെ കേരളത്തിന്റെ ഏറ്റവും ഭാവിയുള്ള 6 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. നമ്മൾ ആലോചിക്കൂ, ആ മാതാപിതാക്കളെ വേട്ടയാണെങ്കിൽ എന്തായിരിക്കും? പ്രതിഭാകരിയുടെ മോൻ ഇങ്ങനൊരു കാര്യത്തിൽ കൂട്ടിക്കൂടി നിന്നു. അതിന് പ്രതിഭാകരി എന്ത് പറഞ്ഞു? ഒരു സ്ത്രീയല്ലേ, നീ ആ പരിഗണന കൊടുക്കണ്ടേ? എത്ര ദിവസമായിട്ട് നിങ്ങൾ അവരുടെ കുട്ടിയെ പറ്റി അനാവശ്യം പറയുകയാണ്. ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിന് അമ്മയല്ലേ, പാർട്ടി നേതാവല്ലേ, MLA അല്ലേ, പറയുമല്ലോ, സ്വാഭാവികമായിട്ടും പറയുമല്ലോ. നമുക്കൊക്കെ ഒരുപാട് പറയുമല്ലോ. ഉടനെ അവരെ അങ്ങ് വർഗീയ, അപ്പോൾ അവർ വർഗീയ. പിന്നെ ഒരു മഹാൻ പിറ്റേ ദിവസം ക്ഷണിക്കുകയാണ്, ഇനിയിപ്പോൾ ഒരു ചട്ടത്തി ഞാനിങ്ങനെ കപ്പ പിന്നെ കടനയും വെച്ചോണ്ട് ഇങ്ങോട്ട് വാ, എല്ലാവരെയും കൊടുത്തങ്ങനെ കണ്ടു. ആ പ്രതിഭാകാരി MLA ആയതിനു ശേഷം അവരെ മനസമാനത്തിൽ ഒറ്റ രാത്രി കിടത്തി ഉറങ്ങിയിട്ടില്ല ഈ പറ്റേ പുള്ളി. അയാളാ വിളിച്ചേക്കുന്നത്, ക്ഷണിച്ചേക്കുന്നത്. ഇതൊരു സ്നേഹമാതൃക. എത്ര ദിവസമായിട്ട് ഈ സ്ത്രീയെ വേട്ടയാടുക. അവര് കായംകുളത്തെ MLA എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. കേരളത്തിലെ 140 MLA-മാരിൽ സ്ത്രീ എന്ന നിലയിൽ ഏറ്റവും സാമർഥ്യത്തോടെ നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുകയും കായംകുളത്തിന്റെ വികസനത്തിന് പോത്തിരുന്ന MLA ആണ്. അതാണ് പാർട്ടി വീണ്ടും മത്സരിപ്പിച്ചത്. ഇത് മത്സരിപ്പിക്കാൻ പറ്റും. ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കും അവർ MLA-യുടെ വഴി കൊണ്ടിരുന്നത്. അതിനെ വീണ്ടും മത്സരിപ്പിച്ചില്ലേ നമ്മുടെ പാർട്ടി? ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരു സ്ത്രീയെ, ഇതാണ് കോടിയേരി ബാലകൃഷ്ണൻ അനുഭവിച്ച് ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ എന്താ അനുഭവിക്കുന്നു? ഞാൻ ഇരിക്കുന്നവർ ഇങ്ങോട്ട് നടന്നു താഴോട്ട് പോകും.